ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹത്തെക്കുറിച്ച് തൻ്റെ അടുക്കൽ വന്നവർക്ക് ബോധ്യം വരുത്തി കൊടുക്കുവാൻ വളരെയേറെ ഉപമകൾ യേശു കർത്താവ് അവരോട് പറഞ്ഞിരുന്നു. അതിൽ വളരെ പ്രസിദ്ധമായ ഒരു ഉപമയാണ് നഷ്ടപ്പെട്ട ഒരു ആടിനെ തേടി അന്വേഷിച്ചിറങ്ങിയ ഒരു ഇടയൻ്റെ ഉപമ. ദൈവവചനം പഠിച്ചിട്ടുള്ളവർക്കും പഠിക്കുന്നവർക്കും അറിയാം, നിരവധി പ്രാവശ്യം മനുഷ്യവർഗത്തെ ആടിനോട് ഉപമിച്ചാണ് യേശു പറഞ്ഞിട്ടുള്ളത്. ആടിൻ്റെ പല പ്രത്യേകതകളിൽ ഒന്ന്, അതിൻ്റെ ബുദ്ധികേട് കൊണ്ട് പലപ്പോഴും അത് കൂട്ടം വിട്ടു പോകുന്നു. ആടിനെ പോലെ വേഗത്തിൽ വഴിതെറ്റിപ്പോകുന്ന മറ്റൊരു മൃഗവും ഇല്ല. വഴിതെറ്റിപ്പോയാൽ അവ ലക്ഷ്യമില്ലാതെ ഉഴന്നു നടക്കും. ഒരിക്കലും ഒരു ആടിന് തനിയെ തിരികെ വരുവാനുള്ള പ്രാപ്തിയില്ല, സ്വയം മടങ്ങി വരികയില്ല. മുമ്പിലുള്ള അപകടങ്ങളെക്കുറിച്ചൊന്നും ആടുകൾ ചിന്തിക്കാറില്ല. ശത്രുക്കളെ നേരിടുവാനുള്ള ശക്തിയോ ഒന്നും ഈ ആടുകൾക്കില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, നിസ്സഹായ അവസ്ഥയിലുള്ള ഒരു ജീവിയുടെ പ്രതീകമാണ് ആട് എന്ന് പറയുന്നത്. മനുഷ്യവർഗത്തെ ആടിനോട് ഉപമിച്ചാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. 95-ാം സങ്കീർത്തനത്തിൽ 7-ാം വാക്യത്തിൽ, അവൻ നമ്മുടെ ദൈവം ആകുന്നു, നാമോ അവൻ മേയിക്കുന്ന ജനവും അവൻ്റെ കൈക്കലെ ആടുകളും ആകുന്നു. ആസാഫ് തൻ്റെ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ തൻ്റെ ജനത്തെ അവൻ ആടുകളെപ്പോലെ പുറപ്പെടുവിച്ചു, മരുഭൂമിയിൽ ആട്ടിൻകൂട്ടത്തെപ്പോലെ അവരെ നടത്തി. 78-ാം സങ്കീർത്തനം 52-ാം വചനം. ആടുകളെപ്പോലെ തെറ്റിപ്പോയി എന്ന് ദാവീദ് പറഞ്ഞിട്ടുണ്ട്. പ്രവാചകനായ യെശയ്യാവ് പറഞ്ഞത്, നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. അനേക വേദഭാഗങ്ങൾ മനുഷ്യരെ ആടുകളായി ചിത്രീകരിച്ചുകൊണ്ട് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തെ നല്ല ഒരു ഇടയനായിട്ടാണ് ബൈബിൾ ചിത്രീകരിച്ചിരിക്കുന്നത്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യവർഗത്തെ തേടി ചെല്ലുന്ന ഇടയൻ. കാണാതെ പോയ ആടിൻ്റെ ഉപമയിൽ അതിനൊരു പശ്ചാത്തലം നമുക്കെല്ലാവർക്കും അറിയാം. ചുങ്കക്കാരും പാപികളും എല്ലാം യേശുവിൻ്റെ വചനം കേൾക്കുവാൻ യേശുവിൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ പരീശന്മാർ, ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുന്നു എന്ന് പിറുപിറുത്തു. അപ്പോൾ യേശു അവരോട് പറഞ്ഞ ഉപമ ആണ് കാണാതെ പോയ ആടിനെ അന്വേഷിച്ചിറങ്ങിയ ഇടയൻ്റെ ഉപമ. ഇതാണ് ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം. യേശു പറഞ്ഞു, ഞാൻ ദയയും കരുണയും ആർദ്രതയും ഉള്ളവനാണ്, മനസ്സലിവുള്ളവനാണ്, പാപികളെ തേടി വന്നവനാണ്. പാപത്തെ വെറുക്കുകയും പാപികളെ സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവമാണ് താനെന്ന് യേശു പറയുകയാണ്. ഇവിടെയൊക്കെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ദൈവം മനുഷ്യനെ അന്വേഷിക്കുന്നു. ദൈവത്തെ അന്വേഷിച്ച മനുഷ്യൻ പലയിടങ്ങളിൽ ദൈവത്തെ തേടി ചെല്ലുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ കാണാതെ പോയ മനുഷ്യനെ അന്വേഷിച്ച് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന നല്ല ഇടയനാണ് യേശു ക്രിസ്തു എന്ന് തിരുവെഴുത്ത് പറയുന്നു. നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിട്ടുണ്ട്. നമ്മെ തേടിയാണ് നല്ല ഇടയനായ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് എന്നുള്ളത് എത്ര സന്തോഷകരമാണ്. യേശുവെന്നും നമ്മെ തേടുന്നു, നമ്മെ അന്വേഷിക്കുന്നു.
ഈ ഉപമ നാം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് പല കാര്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് നാം കാണുന്നത് നഷ്ടപ്പെട്ടു പോയ ആടിൻ്റെ അവസ്ഥയാണ്. തേടി വരുന്ന ഇടയനെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ഇങ്ങനെ പല കാര്യങ്ങൾ ഈ ഉപമയിലുണ്ട്. ആടിന് നഷ്ടപ്പെട്ടത് ഇടയനെയാണ്, ഇടയന് നഷ്ടപ്പെട്ടത് ആടിനെയാണ്. ഇടയൻ തൻ്റെ ആട് നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ തേടി ചെല്ലുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു വചനമാണ്. നഷ്ടപ്പെട്ട ആട് ഒരിക്കലും സുരക്ഷിതമല്ല. ഏതു സമയത്തും ശത്രുക്കളാൽ, കാട്ടുമൃഗങ്ങളാൽ ആക്രമിക്കപ്പെടാം. അത് ഭയത്തിൻ്റെ തടവറയിലാണ്. മരണഭയം ആ ആടിന് എപ്പോഴുമുണ്ട്. അതിന് മെച്ചമായ പുൽപ്പുറങ്ങൾ ലഭിക്കാറില്ല. അതിനെ നടത്തുവാൻ ആളും ഉണ്ടാവില്ല. അത് കാട്ടുമൃഗങ്ങൾക്കിരയായിട്ട് മാറും. അങ്ങനെയുള്ള ആടിനെ തേടിച്ചെന്ന് തോളിലെടുത്ത് കൂടെ കൊണ്ടുപോകുന്ന ഇടയനെ പോലെയാണ് യേശുക്രിസ്തു എന്നുള്ളത് എത്രയോ നല്ല ഒരു സുവിശേഷമാണ്. ക്രിസ്തു നല്ല ഇടയനാണ്. ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. ആടുകളെ തേടി വരുന്നു. നമ്മെ തേടി വരുന്ന, ഇന്നും നമ്മെ തേടിക്കൊണ്ടിരിക്കുന്ന, നഷ്ടപ്പെട്ടു പോയതിനെ തേടി നടക്കുന്ന നല്ല ഇടയൻ്റെ കരങ്ങളിൽ നമുക്ക് നമ്മളെ സമർപ്പിക്കാൻ കഴിയുമോ? ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് നമ്മെ തേടി അവിടുന്ന് ലോകത്തിലേക്ക് വന്നു എന്നുള്ളത്. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ കൃപ നൽകണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.